ആർ സി ബി ടീം തോറ്റാലും ജയിച്ചാലും എല്ലാ കണ്ണുകളും പോകുന്നത് വിരാട് കോഹ്ലിയിലേക്കാണ്. ആ മനുഷ്യൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും തോറ്റുപോകുന്ന ആർ സി ബിയെ പലവട്ടം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സമാനമായ മത്സരത്തിലും 288 ചേസ് ഇറങ്ങിയ ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി 20 പന്തിൽ 6 ഫോറും 2 സിക്സും അടക്കം 42 റൺസ് നേടി IPL 2024 തൻ്റെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ആ നേട്ടവും കൈവരിച്ചിരിക്കുന്നത്. റൺവേട്ടക്കാർ പട്ടികയിൽ ഒന്നാമതായി തുടരുകയാണ് വിരാട്. 6 മത്സരങ്ങളിൽ നിന്ന് 319 റൺസ് 79 ശരാശരിയിൽ താരം ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് എന്തൊക്കെ പറഞ്ഞാലും മത്സരം വിജയിക്കാത്തതിൻ്റെ പേരിൽ കോഹ്ലിക്ക് നേരിടുന്ന വിമർശനങ്ങളും വളരെ കൂടുതലാണ്. കളിക്കിടെ പലതവണ വിങ്ങിപ്പൊട്ടുന്ന കോഹ്ലിയെ ആരാധകർ ആദ്യമായി കണ്ടതും ഇന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും. മത്സരത്തിൽ ആർ സി ബി ബോളർമാർ ഓരോ ഘട്ടത്തിലും റൺസ് വഴങ്ങുമ്പോഴും എല്ലായ്പ്പോഴും നിരാശ മാത്രമാണ് കോഹ്ലിയുടെ മനസ്സിലുണ്ടായിരുന്നത്. തന്നെ എല്ലാം ആക്കിയ അല്ലെങ്കിൽ താൻ വളർത്തിയ IPL ടീം ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കോഹ്ലിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോഹ്ലി മാത്രം വിചാരിച്ചാൽ ജയിക്കുമോ എന്നാണ് പലരുടെയും ചോദ്യം. ഇതുവരെ 243 IPL മത്സരങ്ങൾ വിരാട് കോഹ്ലി കളിച്ചിട്ടുണ്ട്. അതെല്ലാം ആർ സി ബിക്ക് വേണ്ടിയാണ്. 7582 റൺസും ആർ സി ബിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇതിൽ ക്യാപ്റ്റനായിരിക്കുമ്പോൾ ടീമിനെ ഒരു വട്ടം ഫൈനൽ വരെ എത്തിച്ചിട്ടും കിരീടം നേടാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. അതുതന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. വിരാട് കോഹ്ലിക്ക് ഇനിയും ഒരു IPL കിരീടം നേടാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ഓരോ സീസണായും ആർ സി ബി ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ സീസൺ അത്തരം പ്രതീക്ഷകളൊക്കെ ഏകദേശം മങ്ങിയ അവസ്ഥയിലാണ്. പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ച് 7 മത്സരങ്ങളിൽ നിന്ന് 6 പരാജയമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. വിരാട് കോഹ്ലി ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടും ടീം സെലക്ഷനിൽ വരുന്ന പാളിച്ചയും മികച്ച നിലവാരമില്ലാത്ത താരങ്ങളും ആ താരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മികച്ച ഫോമില്ലായ്മയുമാണ് ആർ സി ബിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു കാലത്ത് മികച്ച താരങ്ങളുണ്ടായിട്ടും ആർ സി ബിക്ക് കിരീടം നേടാനായില്ല. എന്നാൽ 2024 ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ശരാശരി ടീമായി തന്നെയാണ് പലരും വിലയിരുത്തിയിരുന്നത്. എന്നാൽ മത്സരത്തിൽ ഇത്രത്തോളം പ്രകടനശേഷി ആരും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല. പഞ്ചാബുമായുള്ള മത്സരം മാത്രമാണ് ഈ സീസണിൽ ജയിക്കാനായത്. മുംബൈയുമായും ചെന്നൈയുമായുള്ള റൈവൽവറി പോരാട്ടങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. വരുന്ന മത്സരങ്ങളെല്ലാം വിജയിച്ച അഭിമാന പോരാട്ടം തന്നെയാണ് ആർ സി ബിയും ലക്ഷ്യമിടുന്നത്. എന്താകുമോ എന്ന് കണ്ടു തന്നെ അറിയണം.